ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقون في سبيل الله فبشرهم بعذاب أليم. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത സങ്കടത്തിൽ നാടുകൾ തള്ളി നീക്കുന്ന ആ വാർത്ത കേട്ട് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം വിശ്വാസികൾക്ക് മാത്രമല്ല കൂടെയുള്ള സ്വഹാബാക്കൾക്കെല്ലാം അത് വല്ലാത്ത ഒരു സങ്കടകരമായ വാർത്തയായിരുന്നു. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധത്തിൽപ്പെട്ട അബൂജഹൽ ബത്തുറ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് അട്ടഹസിച്ച് സന്തോഷിച്ച് പ്രവാചകന്റെ സദസ്സിലേക്ക് വരികയാണ്. പ്രവാചകന്റെ ബത്തുറ മുഹമ്മദിന്റെ കുലം ഒടിഞ്ഞ് മുഹമ്മദ് പിൻഗാമിയില്ലാത്തവനായി മുഹമ്മദിന്റെ വാലറ്റ് പോയി എന്ന് പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ടാണ് അബൂജഹൽ വരുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സങ്കടത്തിലേക്ക് കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും മകൻ മരിച്ച വേദനയിൽ മനം നൊന്ത് നിൽക്കുന്ന റസൂലുള്ളാഹിക്ക് ഇത് കൂടുതൽ വേദനയുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സൂറത്തുൽ കൗസറിന്റെ അവസാന ഭാഗം, പ്രവാചകരെ താങ്കളല്ല വാലറ്റ് പോയവൻ, മറിച്ച് താങ്കളെ പരിഹസിക്കുന്നവൻ, താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ ആരാണോ അവനാണ് ഭാവിയില്ലാതായി പോയവൻ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വറഫഅനാ ലക ദിക്റക. പ്രവാചകരെ താങ്കളുടെ ദിക്ർ, താങ്കളുടെ ഓർമ്മ, താങ്കളെ കുറിച്ചുള്ള സ്മരണ, താങ്കളുടെ കീർത്തി, താങ്കളുടെ പബ്ലിസിറ്റി ഞാൻ ലോകത്ത് എമ്പാടും വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാം പ്രവാചകൻ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ചെയ്ത കാര്യങ്ങളുടെ ഓരോ ഫലവും ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി. ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ പുണ്യം ഇത് അറിയിച്ചു കൊടുത്ത ഒരാൾക്കും കിട്ടും. ഇപ്പൊ നമ്മളൊരാളോട് പറഞ്ഞു, പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്, അതായത് അറിയാത്ത ഒരു കുട്ടി അന്ന് മുതൽ അത് പ്രാവർത്തികമാക്കി എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എത്ര കാലം അത് ചെയ്യുന്നു അത്രയും കാലം ഈ ആള് പഠിപ്പിച്ചു കൊടുത്ത ആൾക്കും അതേ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ആ ചെയ്യുന്ന കുട്ടിക്ക് കൂലി കൊണ്ട് കുറയുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെയാണെങ്കിൽ എത്ര നന്മ പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയത്. ഈ മനുഷ്യർ ചെയ്യുന്നതിന്റെ എല്ലാം ഒരു ഓഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇന്ന് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറ്റൊരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാരണത്താൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറയുന്നത് ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്തിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഇസ്ലാം പഠിക്കാൻ അത് കാരണമായി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഈ ദുനിയാവിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാളും ഖൈർ അതാണ് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം എത്ര ആളുകൾ ദീനിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം കൂലി എത്രയാണ്. അദ്ദാലു അലൽ ഖൈർ ല്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു പ്രയോഗം ആ കീർത്തി അല്ലാഹു അധികരിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഇന്നും അള്ളാഹുവിന്റെ നാമം പറയുന്നതിന്റെ കൂടെ നമ്മൾ നടത്തുന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിന്റെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നിരന്തരമായിട്ട് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ലഭിക്കാവുന്ന അതിലും വലിയ ഒരു സ്ഥാനം മറ്റെന്താണ്? ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വന്നാൽ ആദ്യം പറയുന്ന വാക്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പേര് പറയുന്നു, അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തലാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ വിളിച്ചു പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. സലാത്ത് ചെല്ലുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രവാചകരെ താങ്കളുടെ പബ്ലിസിറ്റി നാം അധികരിപ്പിച്ചിരിക്കുന്നു എന്ന വാക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് പോലെ അർഹതയുള്ള മറ്റൊരാൾ ആരാണുള്ളത് എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വൈറലായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പ്രശസ്തനായ മറ്റേതൊരു വ്യക്തിയുണ്ട് ഇന്നും ലോകത്ത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ദുനിയാവിലെ കാര്യം മാത്രമല്ല, ഇനി വാനലോകത്തുള്ള അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വാനലോകത്ത് അല്ലാഹുവും മലക്കുകളും റസൂലുള്ളാഹിയെ സ്മരിക്കുന്നു. ആ കാര്യം അല്ലാഹു ചെയ്ത ആ കാര്യം ചെയ്യണമെന്ന് അല്ലാഹു നമ്മളോട് പറയുന്നു. വസല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും അല്ലാഹു ചെയ്ത കാര്യം, ആ കാര്യം ചെയ്യാനാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. അപ്പൊ ആ കാര്യത്തിന്റെ ഒരു ഗൗരവം നോക്കൂ നിങ്ങൾ. 1,00,000 ചില്ലാനം പ്രവാചകന്മാര് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ഒക്കെ മൊത്തത്തിൽ അല്ലാഹു പറഞ്ഞത് വസലാമുൻ അലൽ മുർസലീന, എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹിന്റെ രക്ഷ കിട്ടട്ടെ എന്നുള്ള പൊതുവായിട്ട് അവരെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രകീർത്തിക്കുന്നു, അള്ളാഹു ഓർക്കുന്നു, നിങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്. എത്രയെത്ര പ്രത്യേകതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ളത്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. പ്രവാചകനെ പഠിക്കുക, പ്രവാചകനെ മനസ്സിലാക്കുക, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയാണ് സ്നേഹിക്കേണ്ടത്. പഠിച്ചാൽ തീരാത്ത അത്രയും
പാരാവാരം പോലെ പരന്നു കിടക്കുന്നു പ്രവാചകനെ കുറിച്ചുള്ള പഠനങ്ങൾ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ എല്ലാ അമ്പിയാക്കളെയും പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. മിക്കവാറും അമ്പിയാക്കളെയൊക്കെ വിളിക്കുന്ന രൂപം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈസാ നബിയെ കുറിച്ച് പരാമർശിച്ച ഖുർആൻ പറയും, യാ ഈസാ ഇന്നി മുതവഫീക വറാഫീക ഇലയ്യ. യാ ഈസാ, ഈസാ നബിയുടെ പേര് വിളിച്ചിട്ടാണ് അല്ലാഹു നമ്മിലേക്ക് നാം നിന്നെ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് ഈസാ നബിയെ രക്ഷപ്പെടുത്തുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ശത്രുക്കളെ കൊല്ലാൻ നോക്കിയപ്പോ ഈസാ നബി അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്, ശത്രുക്കൾക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് യാ ഈസാ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കൽപ്പന അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ, അള്ളാഹുവുള്ള കരാറ് പാലിച്ചപ്പോൾ അള്ളാഹു പറയാണ്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ. ഇബ്രാഹിമേ, താങ്കൾ താങ്കളുടെ വാക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. യാ ഇബ്രാഹിം, യാ ഈസ എന്ന് വിളിച്ചതുപോലെ യാ ഇബ്രാഹിം എന്ന് ഖുർആൻ വിളിച്ചു. മൂസാ നബിയെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ സാധിക്കും, മൂസാ നബി ആ ശത്രുക്കൾക്ക് മുമ്പിൽ പിന്നെ അവരുടെ കയറും വടിയൊക്കെ ഇട്ടപ്പോ അതെല്ലാം പാമ്പായി മാറിയപ്പോ മൂസാ നബിക്ക് ചെറിയൊരു ബേജാറുണ്ടായി. അപ്പോ അള്ളാഹ് പറയാണ്, യാ മൂസ ലാ തഖഫ്, മൂസ ഈ പേടിക്കണ്ട. യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം, യാ മൂസ ലാ തഖഫ് ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലീൻ. അമ്പിയാക്കൾ പേടിക്കൂല, അതുകൊണ്ട് താങ്കൾ പേടിക്കേണ്ടതില്ല. അതേപോലെ ഖുർആനിൽ യാ സക്കരിയ എന്ന് കാണാൻ സാധിക്കും, യാ യഹ്യ എന്ന് കാണാൻ സാധിക്കും, യാ നൂഹ് എന്ന് കാണാൻ സാധിക്കും, യാ മറിയം എന്ന് കാണാൻ സാധിക്കും. ഒരുപാട് അമ്പിയാക്കളെ വിളിച്ച് അല്ലാഹു സംസാരിക്കുന്നുണ്ട്. ഈ യാ എന്നുള്ളത് അഥവാത്തുനിദ, ഒരാളെ വിളിക്കാൻ ഒരാളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് യാ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ട് എവിടെയും ഖുർആനിൽ യാ എന്നുള്ളൊരു പ്രയോഗം കാണാൻ സാധിക്കൂല. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റ് അമ്പിയാക്കളിൽ നിന്ന് എങ്ങനെയാണ് ആദരിച്ചിരിക്കുന്നത്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാ വിളിച്ചാറിയോ? ഒന്ന്, യാ അയ്യുഹർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബി, നബിയെ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുസ്സമ്മിൽ, സുഹൃത്ത് മറ്റിടത്ത് ആ രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിളികൾ പ്രവാചകരുടെ നേരിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കാതെ ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് അമ്പിയാക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ശ്രേഷ്ഠതയുടെ പദവിയുടെ പ്രയോഗങ്ങൾ എത്ര 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 ഇടങ്ങളിൽ. ഇനി ശത്രുക്കൾ അതാത് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഖുർആൻ ചിലത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബിയെ കുറിച്ച് അവര് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, അത് ഖുർആൻ എടുത്തു പറയാണ്, ഇബ്രാഹിം, ഇബ്രാഹിമ ഈ വിഗ്രഹങ്ങളെയൊക്കെ തച്ചൊളിച്ചത് നീയാണോ എന്ന് ശത്രുക്കൾ ചോദിച്ചപ്പോ അത് അള്ളാഹ് എടുത്തു പറഞ്ഞപ്പോ പറഞ്ഞത് അതേ രീതിയിൽ എടുത്തു പറയാം, ഇബ്രാഹിം, ഇബ്രാഹിം ഇത് ചെയ്തത് നീയാണോ. അതേപോലെ തന്നെ ഹൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ പറയുന്നിടത്ത് സൂറത്ത് ഹൂദിൽ കാണുവാൻ സാധിക്കും, യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സറ ജിദാലനാ. അവര് പറഞ്ഞു, ശത്രുക്കൾ പറഞ്ഞു, നൂഹേ ഈ വല്ലാതെ തർക്കിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളോട്. ഖാലു യാ നൂഹ്, അള്ളാഹ് വിളിക്കല്ല, ശത്രുക്കൾ വിളിച്ചതായിട്ട് അള്ളാഹ് എടുത്തു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം 13 കൊല്ലക്കാലം മക്കയിലും 10 കൊല്ലക്കാലം മദീനയിലും ജീവിച്ചു. 23 കൊല്ലക്കാലം. അതിനിടക്ക് എത്ര വിളികള്, എത്ര ചീത്ത പ്രയോഗങ്ങള്, എത്ര വാഗ്വാദങ്ങള്, എത്ര തർക്കങ്ങള്, എത്ര വാദപ്രതിവാദങ്ങള്, എത്ര കുറ്റപ്പെടുത്തലുകള്. അതൊന്നും എടുത്തു പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ഖുർആനിൽ പലയിടത്തും സംസാരിച്ചു. നമുക്കറിയാം പ്രവാചകരെ, അവർ താങ്കളെ അവർ താങ്കളെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവര് പറയുന്ന വാക്കുകൾ താങ്കളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ കളവാക്കുന്നത് താങ്കളെയല്ല, മറിച്ച് നമ്മെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസ വാക്കുകൾ നൽകുകയാണ് ചെയ്യുന്നത്.
ഇനി ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആൻ എടുത്തു പറഞ്ഞത്. 4 സ്ഥലത്ത് യാ എന്ന് ചേർത്ത് ഒരിടത്തുമില്ല, ഏയ് എന്ന വിളിയില്ല. 4 സ്ഥലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ഫത്ഹിൽ, അവിടെയൊക്കെ പറഞ്ഞതിന് പ്രത്യേകം കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി എന്ന് ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേര് പറയുന്നത്. ഒന്നാമത് സൂറത്തുൽ ഫത്ഹിൽ മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന ആമനു വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ്, ആ റസൂലുള്ളാഹി എന്ന സിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് അതൊരു ആദരവാണല്ലോ. അങ്ങനെയാണ് ഖുർആൻ സംസാരിച്ചത് സൂറത്തുൽ ഫത്ഹിൽ. ഇനി സൂറത്ത് ആലി ഇംറാനിലെ 144-ാമത്തെ ആയത്തില് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന റസൂൽ എന്ന സിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ സംസാരിക്കുന്നത്. ഇനി സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തില് മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിൻ വലാകിൻ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോടൊപ്പം റസൂലുള്ളാഹ്, നബിയുള്ളാഹ് എന്ന സിഫത്ത് ചേർത്തുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നു. ഒരിടത്ത് മാത്രം അതില്ലാത്തൊരു പ്രയോഗം കാണാൻ സാധിക്കും. 4-ാമത്തേത് സൂറത്ത് മുഹമ്മദിന്റെ 2-ാമത്തെ ആയത്ത്. ആ സൂറയുടെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. അതില് പ്രവാചകനെ കളവാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞു വആമനു ബിമാ നുസില അലാ മുഹമ്മദിൻ, മുഹമ്മദിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ അവർ വിശ്വസിച്ചു. വആമനു ബിമാ നുസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ വിശ്വസിച്ചവർ വഹുവൽ ഹഖ് മിർ റബ്ബിഹിം, അവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള സത്യത്തിലുള്ളവർ എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് മറുപടി പറയുന്നിടത്ത് ഒരിടത്ത് മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ കൂടെ റസൂലുള്ളാഹി എന്നോ നബിയുള്ളാഹി എന്നോ ചേർക്കാത്തൊരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റ് അമ്പിയാക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നുബുവത്തിന് മുമ്പേ ജീവിച്ചിരുന്ന സ്വഹാബാക്കൾ, സിദ്ദീഖുൽ അക്ബർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാര്. ഇപ്പോ സിദ്ദീഖുൽ അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനാണ്, സ്വാഹിബ്, സ്വദീഖ്. പക്ഷേ നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്ദീഖുൽ അക്ബർ കാണുന്നത്, അബൂബക്കർ സിദ്ദീഖ് കാണുന്നത് എന്റെ പഴയ കൂട്ടുകാരൻ എന്നുള്ള നിലക്കല്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് എന്റെ ഭർത്താവ് എന്നുള്ള നിലക്കല്ല. ഒന്നാം സ്ഥാനം അവരുടെയൊക്കെ മനസ്സിൽ എന്താ? റസൂലുള്ളാഹ്. അത് കഴിഞ്ഞിട്ടാണ് സുഹൃത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ്, അത് കഴിഞ്ഞിട്ടാണ് നാട്ടുകാർ, എല്ലാവരും. ഇപ്പോ ആയിഷ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോ എന്റെ ഭർത്താവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊരൊറ്റ ഹദീസിലും കാണാൻ പറ്റൂല. മറിച്ച് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ. സിദ്ദീഖുൽ അക്ബർ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോ എന്റെ സുഹൃത്തായ മുഹമ്മദ് പറഞ്ഞൊരു പ്രയോഗമില്ല, മറിച്ച് എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗമാണ്. എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒന്നാമത് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഉള്ള അവരുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇംപ്രഷൻ, ലോകത്ത് ഇതുപോലൊരു നേതാവ് കഴിഞ്ഞു പോയിട്ടില്ല. ഏതൊരു ഇന്ന് ജീവിച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ വൈറലായ അല്ലെങ്കിൽ അല്ലാത്ത നിലക്കുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. അടുക്കും തോറും അവരെ കുറിച്ചുള്ള ധാരണ നമുക്ക് കുറഞ്ഞു വരും. എല്ലാവരും അങ്ങനെയൊന്നല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും തോറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മതിപ്പ് കൂടിക്കൂടി വരുന്ന ഒരു അനുപമ വ്യക്തിത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അത് നമുക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജീവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബത്ത് ഓരോരുത്തരും പറയുന്നത്, കേട്ട പ്രവാചകനേക്കാൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അനുഭവിച്ച പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചർച്ച തീരൂല. ഖുർആനിലും ഹദീസിലും വന്ന ചില പ്രയോഗങ്ങൾ, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ മാത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന, ഖുർആൻ നൽകിയിരിക്കുന്ന, ഹദീസിൽ കാണാൻ സാധിക്കുന്ന പേരുകൾ, ഒന്ന് ഈ പറഞ്ഞ മുഹമ്മദ് എന്നുള്ള പ്രയോഗം തന്നെ. മുഹമ്മദ് എന്ന പദം ഹമിദ എന്ന പദത്തിൽ നിന്നുള്ളതാണ്.
ഹംദ്. ഹംദിൽ നിന്നുള്ളതാണ് മുഹമ്മദ് എന്ന പദം. ഹംദ് എന്ന് വെച്ചാൽ രണ്ടർത്ഥം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഹംദിന്റെ ചർച്ചയിൽ കാണാൻ സാധിക്കും. ഒന്ന് ശുക്ർ, രണ്ടാമത്തേത് മദ്ഹ്. ശുക്ർ എന്ന് പറഞ്ഞാൽ താങ്ക്സ്, നന്ദി പറയലാണ്. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തലാണ്. ഹമിദ എന്ന പദത്തിൽ ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരാള് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ശുക്ർ, അള്ളാഹുവിനോട് താങ്ക്സ് എന്നൊരു അർത്ഥം അതിനകത്തുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുക എന്ന് പറയുന്ന, അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മദ്ഹിന്റെ അർത്ഥം അതിലുണ്ട്. ഇതാണ് ഹംദ് എന്ന പദത്തിന്റെ പ്രത്യേകത. ആ ഹംദിൽ നിന്നാണ് മുഹമ്മദ് എന്ന പേരുണ്ടാവുന്നത്. ഹമ്മദ എന്ന് വെച്ചാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. യുഹമ്മിദു അതിന്റെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ മുവാരിയാണ്. തഹ്മീദ് അതിന്റെ മസ്ദറാണ്. അതിൽ നിന്നുള്ളതാണ് മുഹമ്മദ് എന്ന് വെച്ചാൽ അതിന്റെ ഇസ്മ മഫ്ഊൽ, നിരന്തരമായി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, നിരന്തരമായി പുകഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, നിരന്തരമായി സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. ഇതാണ് മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ. അങ്ങനെ ഒരു മനോഹരമായ നാമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പേര് അത് തന്നെയാണ്. ഇനി രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നത് അഹ്മദ് എന്നുള്ള പ്രയോഗമാണ്. അഹ്മദ് എന്ന പ്രയോഗം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേര് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അഹ്മദ്. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നിടത്ത് അഹ്മദ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വചനം നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ലീ ഹംസത്തു അസ്മായി, റസൂലുള്ളാഹി പറയാൻ എനിക്ക് 5 പേരുകളുണ്ട്. ഒരു ഹദീസിൽ അങ്ങനെയാണത്, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വ അന അഹ്മദ്, ഞാൻ അഹ്മദാണ്. വ അന അൽ മാഹി, ഞാൻ മാഹിയാണ്. മഹാ യംഹു, മാഹി വെച്ചാൽ അല്ലദീ യംഹു അല്ലാഹു ബിൽ കുഫർ, അല്ലാഹു എന്നെ കൊണ്ടാണ് കുഫറിനെ തുടച്ചു നീക്കുന്നത്. തുടച്ചു നീക്കാനാണ് മാഹി എന്ന് പറഞ്ഞ അർത്ഥം. മഹ നമുക്ക് നമ്മളെ ബോർഡൊക്കെ മായ്ക്കണേന് ഫംഹു മായ്ക്കുന്നുള്ളതിന് ആ നിലക്ക് പറയും. അപ്പൊ തുടച്ചു നീക്കുക, എന്ത് തുടച്ചു നീക്കുക? എന്നെ കൊണ്ടാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് നിന്നും കുഫറിനെ തുടച്ചു നീക്കുന്നത്. ഞാൻ മാഹിയാണ്. ഞാൻ ഹാഷിറാണ്. ഹാഷിർ എന്ന് വെച്ചാൽ എന്റെ പിന്നിലാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ഈ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നത് എന്റെ പിന്നിലാണ്. അങ്ങനെ ഞാൻ ഹാഷിറാണ്. മറ്റൊന്ന്, 5ാമത്തെ പേര് റസൂൽ പറയുന്നത് വഅനൽ ആഖിബ്, ഞാനാണ് പര്യവസാനം കുറിക്കുന്നവൻ, ഞാനാണ് പരിസമാപ്തി നൽകുന്നവൻ. എന്തിന്? പ്രവാചകത്വത്തിന്റെ പര്യവസാനം കുറിക്കുന്നവൻ എന്ന് വെച്ചാൽ അന്ത്യപ്രവാചകൻ ഞാനാണ്. ഈ ഹദീസിൽ അങ്ങനെ 5 പേര് കാണാൻ സാധിക്കും. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത വചനമാണ്. ഇനി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വചനത്തിൽ ഇങ്ങനെ കാണാം, വഅനൽ മുഖഫി, ഞാനാണ്. മുഖഫി വെച്ചാൽ നേരത്തെ പറഞ്ഞ ആഖിബ്, ആ പരിസമാപ്തി കുറിക്കുന്നവൻ എന്ന് പറഞ്ഞത് അവസാനത്തെ പ്രവാചകൻ ഞാനാണ്. നബിയു തൗബ, 7ാമത്തെ പേര് നബിയു തൗബ, ഞാനാണ് തൗബയുടെ പ്രവാചകൻ. അഥവാ ആളുകൾക്ക് പശ്ചാത്തപിക്കുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന പ്രവാചകൻ ഞാനാണ്. നബിയു റഹ്മ, നബിയു റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ ഞാനാണ്. എനിക്ക് റഹ്മത്ത് എന്നൊരു പേരും നമുക്കറിയാലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് തന്നെ റഹ്മത്തായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. നബിയു റഹ്മ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് സൂറത്ത് തൗബയിലെ 129ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാത്ത ഒരു പ്രവാചകൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അതീവ താല്പര്യമുള്ള ഒരു പ്രവാചകൻ. നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ, എനിക്കെന്താ എന്ന നിലപാടല്ല, മറിച്ച് നമ്മുടെ വിഷയത്തിൽ വല്ലാത്ത താല്പര്യമുള്ള ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് റഊഫ് റഹീം. അതാണ് പണ്ഡിതന്മാർ പറയുന്നത് അവിടെയുള്ള 2 പേരുകൾ 9ഉം 10ഉം. റഊഫ് കാരുണ്യമുള്ള അല്ലെങ്കിൽ ആർദ്രതയുള്ള, റഹീം നന്നായി കരുണ കാണിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള 2 പേരുകൾ. ഇങ്ങനെ ഒരുപാട് പേരുകൾ ഹദീസുകൾ പരിശോധിച്ചാൽ, ഖുർആൻ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയും ഈ റഊഫ്, റഹീം, അതേപോലെ തന്നെ റഹ്മത്ത്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ എമ്പാടും അനുഭവിച്ചറിഞ്ഞ തലമുറയാണ് കഴിഞ്ഞു പോയവരൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽ നിന്ന് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടി റസൂൽ എത്ര കരഞ്ഞിട്ടുണ്ട്.
അവരൊന്ന് നന്നായി കിട്ടിയെങ്കിൽ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ജൂതന്മാർക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ടുണ്ട്. അവരെ ഒന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നുണ്ട്, വലഅല്ലക ബാഹിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദിൽ ഹദീസ് അസഫ. അവരൊന്ന് ഈ ഹദീസിൽ അഥവാ ഖുർആനിൽ വിശ്വസിച്ചെങ്കിൽ എന്ന ശക്തമായ ആഗ്രഹത്തിന്റെ തീവ്രത കാരണമുള്ള ദുഃഖത്താൽ പ്രവാചകരെ താങ്കൾ ജീവൻ ഒടുക്കാറായിട്ടുണ്ട്. ഇവരൊന്ന് മാറിയെങ്കിൽ എന്നുള്ള ആഗ്രഹം, ഇവര് മാറാത്തതിലുള്ള സങ്കടം, ഇവര് നന്നാകാത്തത് കൊണ്ടുള്ള മാനസികമായ പ്രയാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വ്യഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആര്? അവിശ്വാസികൾ മാറാത്തത്. എന്നാൽ വിശ്വാസികളെ കുറിച്ചോ, നമ്മുടെ ഉമ്മത്തിന് വേണ്ടിയോ, ഉമ്മത്തിനെ കുറിച്ചോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കരഞ്ഞിട്ടുണ്ട്. വിശുദ്ധ സൂറത്തുൽ മാഇദ ഒരിക്കൽ റസൂലുള്ളാഹി പാരായണം ചെയ്യാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. വിശ്വാസികളെ കുറിച്ച് ഇത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങി തേങ്ങി കരയാണ്. ആയത്ത് ആവർത്തിച്ച് ഓതുകയാണ്. മറ്റൊരിക്കലും ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഖുർആൻ ഓതി കേൾപ്പിക്കുക. അപ്പൊ ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട്, നബിയെ നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ എന്ത് നിങ്ങൾക്ക് ഓതി തരണം, നിങ്ങൾക്ക് അവൻ ഓതിക്കൂടെ, നിങ്ങൾക്ക് ഓതുന്നല്ലേ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വഹാബിയുടെ നാവിലൂടെ എനിക്കത് കേൾക്കാനുള്ള കൊതിയാണ്. മാത്രമല്ല ഇബ്നു മസ്ഊദ് മനോഹരമായി ഖുർആൻ ഓതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം സൂറത്തുൽ നിസാ ഇങ്ങനെ ഓതുകയാണ്. അതിൽ ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ സാക്ഷിയായി നാളെ പരലോകത്ത് വരും. താങ്കളുടെ സമൂഹത്തിന് സാക്ഷിയായിട്ട് പ്രവാചകരെ ഞാൻ താങ്കളെ കൊണ്ടുവരും, അവരുടെ പാപത്തിന് ഉത്തരം പറയേണ്ടവനായിട്ട്. ഇത് കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറയാണ്, ഇബ്നു മസ്ഊദിനെ പറയാണ്, നിർത്തി ഇബ്നു മസ്ഊദ് നിർത്ത്, അത് മതി 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 നിർത്ത്. അവിടുന്ന് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല റസൂലുള്ളാഹിക്ക്. എന്താണ്? തന്റെ ഉമ്മത്ത് ചെയ്യുന്ന പാപത്തിന് മറുപടി പറയേണ്ടവനായിട്ട് ഞാൻ വരുമല്ലോ എന്നുള്ള വ്യഥ, സങ്കടം, ദുഃഖം, ആ ഉമ്മത്തിനോടുള്ള മഹബ്ബത്തിന്റെ ആഴം, ഇതാണ് റസൂലുള്ളാഹ്. ഈ റസൂലുള്ളാഹിനെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ അറിയേണ്ടത്. അതാണ് റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അല്ലാതെ ഏതോ മുംബൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ആക്രിക്കടയത്തെ മുടി കൊണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ നീളം 1 സെന്റിമീറ്റർ കൂടിയിട്ട് അവിടെ കുറച്ച് പൊടിയുണ്ട് അത് വാങ്ങിക്കോളി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന തട്ടിപ്പല്ല പ്രവാചകൻ. പ്രവാചകനെ നമ്മൾ അറിയണം, പ്രവാചകൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രവാചകൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. കുറെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അനർഹമായിട്ട് ആളുകളുടെ പണം പിടിങ്ങാണ്, വിഴുങ്ങാണ്, തിന്നാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ആളുകൾ മതത്തിലേക്ക് വരുന്നതിൽ നിന്ന്, ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവരെ തടയുന്ന മനുഷ്യന്മാര്. നോക്കി നിങ്ങൾ ഈ ജാതി കെട്ടിക്കഥകളിലേക്ക്, ദുർമാർഗത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്. പ്രവാചകനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ പ്രവാചകനെ അറിയലാണ്, പ്രവാചകനെ അനുധാവനം ചെയ്യലാണ്. അല്ലാതെ അന്നത്തെ മുടി, അന്നത്തെ പൊടി, അന്നത്തെ കൊടി, അന്നത്തെ ജനമെന്ന് കിട്ടിയ പിന്നെ തുരുമ്പ്, അല്ലെങ്കിൽ അന്ന് വന്ന വെള്ളത്തിന്റെ ബാക്കി, അന്നത്തെ ഉമിനീര്, എവിടുന്ന്, എങ്ങനെ, ആർക്ക്, എപ്പോ, ഒന്നുമില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളിലല്ല നമ്മൾ അതല്ല പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരായിട്ട് വിശ്വാസികൾ നമ്മൾ മാറുക. അതിന് പ്രവാചകനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക. ഇന്ന് നമ്മളെ മുൻപിൽ പഠിക്കാൻ എമ്പാടും വഴിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പുസ്തകങ്ങള്, സൈറ്റുകള്, യൂട്യൂബ് ചാനലുകള്, ഓൺലൈൻ ക്ലാസ്സുകള്, പുതിയ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കാൻ എമ്പാടും സംവിധാനങ്ങളുടെ തീരുമാനം നമ്മൾ എടുക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.